ദൈവരാജ്യം വചനത്തിലല്ല, അല്ലെ വാക്കുകളിലല്ല, ശക്തിയിലെന്ന് തിരുവചനം പറയുന്നു. മത്തായിയിൽ ദൈവവചനം പറയുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഈ രാത്രിയിലും ദൈവരാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതിയിലും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ബൈബിൾ പറയുന്നു, ചെറിയ കൂട്ടമേ ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകപ്പെടുവാൻ പ്രസാദിച്ചിരിക്കുന്നു. പൂർണ്ണ പ്രാകൃതത്തോടെ വിഗ്രഹം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നുവെന്ന് തിരുവചനം പറയുന്നു. വീണ്ടും ജനനം പ്രാപിക്കാത്ത ആർക്കും ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയുകയില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഇന്ന് രാത്രിയും ദൈവരാജ്യം വാക്കുകളിലല്ല, ശക്തിയിലത്രേ. കർത്താവായ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോഴൊക്കെയും ദൈവരാജ്യത്തിന്റെ ശക്തി അസാധാരണമായി ഈ ഭൂമിയിൽ വെളിപ്പെട്ടുകൊണ്ടിരുന്നു. വചനം പറയുന്നു, യേശു ശിഷ്യന്മാരെ വിട്ടപ്പോൾ പോകുക, ദൈവരാജ്യം പ്രസംഗിക്കുക, രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക എന്ന് അരുളി ചെയ്ത യേശുവിൽ കൂടി അസാധാരണമായ ശക്തി വെളിപ്പെട്ടപ്പോൾ രോഗികൾ അസാധാരണമായി സൗഖ്യമായി. തിരുവചനം പറയുന്നു, 18 വർഷം കൂനിയായ സ്ത്രീ 18 വർഷവും കൂനോടുകൂടി ദൈവാലയത്തിൽ പോകുമായിരുന്നു. ഞാനും നിങ്ങൾ ഒരു പനി വന്നാൽ പോലും ദൈവാലയത്തിൽ പോകില്ല. ഒരു നിശ്ചയമോ ഒരു കല്യാണമോ വന്നാൽ നമ്മൾ ആരും ദൈവാലയത്തിൽ പോകുകയില്ല. എങ്കിൽ ഈ സ്ത്രീ 18 വർഷം കൂനിയായി പോയ അവ ദൈവരാജ്യത്തിന്റെ മകളായ ഈ മകളെ എന്റെ കർത്താവ് കൂനഴിച്ച് ദൈവരാജ്യത്തിലേക്ക് അകത്തേക്കി. ഇന്ന് രാത്രിയും യേശു രാജാവായി വീണ്ടും വരും. ഹല്ലേലൂയ. ജനിച്ചപ്പോൾ രാജാവായിരുന്നു, സ്തോത്രം, വളർന്നപ്പോൾ രാജാവായിരുന്നു, ക്രൂശിക്കപ്പെട്ടപ്പോൾ യേശു രാജാവായിരുന്നു, ഉയർത്തെഴുന്നേറ്റിട്ട് യേശു രാജാവാണ്. യേശു വീണ്ടും വരും, രാജാവായി കർത്താവായി യേശു ക്രിസ്തു വീണ്ടും വരുമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ലാസർ യേശുവുമായി നല്ല ബന്ധമുള്ള സ്തോത്രം ഒരു കുടുംബമാണ്, മാർത്തയുടെ മറിയയുടെ കുടുംബം. ഹല്ലേലൂയ. ലാസർ ദീനമായി കിടക്കുമ്പോൾ യേശുവിന്റെ അടുത്തേക്ക് ആളെ വിട്ടു, യേശുവെ നിനക്ക് പ്രിയനായവൻ ദീനം പിടിച്ചു കിടക്കുന്നു. യേശു ദൂത് പറഞ്ഞു, ഈ ദീനം മരണത്തിനല്ല, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാനത്രേ. ഹല്ലേലൂയ. പിന്നെ യേശു ചില ദിവസം കഴിഞ്ഞോട് വരുമ്പോൾ ലാസർ മരണപ്പെട്ടു പോയി. മരപ്പ് വീട്ടിൽ സ്തോത്രം ജനങ്ങൾ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശു ലാസറിനെ അടക്കിയ സ്തോത്രം കല്ലറയ്ക്കിൽ ചെന്ന് നിന്നു. സ്തോത്രം യേശു പറഞ്ഞു, അവന്റെ കെട്ടഴിപ്പിൽ ഒറ്റ വിളി വിളിച്ചു. ലാസറെ പുറത്തു വരാൻ വിളിച്ചപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, മരണപ്പെട്ട് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ചു തുടങ്ങി അബ്രഹാമിന്റെ മടിയിലിരുന്ന ലാസറിന്റെ ആത്മാവ് യേശു വിളിച്ചപ്പോൾ ശക്തിയോടുകൂടി സ്തോത്രം മടങ്ങി വന്നു ലാസറിന്റെ ശരീരത്തിലേക്ക് സ്തോത്രം വന്നു വീണു. സ്തോത്രം, കർത്താവിനറിയാം ഇനിയും ലാസർ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടേണ്ടതാണ്. ദൈവരാജ്യം സ്തോത്രം ഭക്ഷണമല്ല, പാനീയമല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയും പരിസ്നേഹവും അത്രേ എന്ന് തിരുവചനം പറയുന്നു. ദൈവരാജ്യം വാക്കുകളിലല്ല, സ്തോത്രം ശക്തിയിലത്രേ. ഹല്ലേലൂയ. സ്തോത്രം, ലാസർ ഉയർത്തു. ലാസറിനെ കാണുവാൻ ജനങ്ങൾ അനേകർ ലാസറിന്റെ ഭവനത്തിലേക്ക് തിക്കിക്കൂടി. ലാസറിൽ കൂടി ദൈവരാജ്യത്തിന്റെ ശക്തി അസാധാരണമായി വെളിപ്പെട്ടു. ജനങ്ങൾ പറഞ്ഞവൻ മരിച്ചവനല്ലേ? അതെ, ദൈവരാജ്യത്തിന്റെ ശക്തി, യേശുവിൽ നിന്നുള്ള ശക്തി സ്തോത്രം ലാസറിലേക്ക് വെളിപ്പെട്ടപ്പോൾ മരിച്ചു നാറ്റം വെച്ചുപോയി, സാധ്യതകളെല്ലാം അസ്തമിച്ചു പോയ ഒരിക്കലും സാധ്യതയില്ലാത്ത ലാസർ പുറത്തു വന്നെങ്കിൽ ഇന്ന് രാത്രി തിരുവചനങ്ങൾക്ക് നിന്നോട് കർത്താവ് പറയുന്നു, ഒരു സാധ്യതയും നിന്റെ മുന്നിലില്ല. നിനക്ക് ഉയർത്താൻ കഴിയുന്നില്ല, നിന്റെ തല ഉയർത്താൻ കഴിയുന്നില്ല. എല്ലാം മേഖലയിൽ അടഞ്ഞിരിക്കുമ്പോൾ ഇന്ന് രാത്രി കർത്താവ് നിന്നോട് പറയുന്നു, നീ ദൈവരാജ്യത്തിന്റെ അകത്ത് കയറിയ നിനക്ക് വേണ്ടി രാജ്യത്തിന്റെ പവർ, രാജ്യത്തിന്റെ ശക്തി നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ രാജ്യം ആർക്കും കാണാൻ കഴിയുകയില്ല. ആത്മനിർവ്വ പ്രാപിച്ച ദൈവജനത്തിന് മാത്രമേ ദൈവരാജ്യത്തിന്റെ ശക്തി കാണാൻ കഴിയുകയുള്ളൂ. യേശുവിന്റെ രാജ്യത്തിന്റെ ശക്തി സ്തോത്രം സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി ഈ രാജ്യം പ്രവർത്തിക്കും. ഈ രാജ്യം അസാധാരണമായി പ്രവർത്തിക്കും. ഈ രാജ്യം പ്രവർത്തിച്ചാൽ സാത്താന്റെ രാജ്യങ്ങൾ തകർന്നു മാറുമെന്ന് ദൈവവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ലാസർ മരിച്ചു നാറ്റം വെച്ചിരുന്നു, പക്ഷേ ദൈവരാജ്യത്തിന്റെ ശക്തി
ലാസറിൽ വെളിപ്പെട്ടപ്പോൾ അവനിൽ മഹത്വം വെളിപ്പെട്ടു. ഇന്ന് രാത്രിയും ചില കണ്ണുനീരും ദുഃഖമായി ആയിരിക്കുന്ന ഭവനത്തിന്റെ അകത്തേക്ക് ദൈവരാജ്യത്തിന്റെ ശക്തി വെളിപ്പെട്ടാൽ ചില തളർന്നു കിടക്കുന്ന വ്യക്തികൾ ഇന്ന് രാത്രി എഴുന്നേൽക്കുമെന്ന് പരിശുദ്ധാത്മ ദൂത് കൈമാറുന്നു. ആത്മമണ്ഡലത്തിൽ തളർന്നു കിടക്കുന്നു, ഭൗതിക മണ്ഡലത്തിൽ തളർന്നു കിടക്കുന്നു. രാജ്യത്തിന്റെ ശക്തി, രാജ്യത്തിന്റെ അധികാരം ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന്റെ മേൽ, നിന്റെ മേൽ വെളിപ്പെട്ടാൽ എഴുന്നേൽക്കാൻ കഴിയില്ലെന്ന് വൈദ്യം ശാസ്ത്രം പറഞ്ഞാലും ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, രാജ്യത്തിന്റെ ശക്തി നിന്നിൽ വരുമ്പോൾ, ദൈവരാജ്യത്തിന്റെ ശക്തി നിന്നിൽ വരുമ്പോൾ ഇന്ന് രാത്രി എഴുന്നേൽക്കാൻ കഴിയാത്ത ചില മേഖലകൾ നിനക്ക് എഴുന്നേൽക്കാൻ കഴിയും. ബിസിനസ് പരമായി സ്തോത്രം തകർന്നിരിക്കുന്ന വ്യക്തിയോട് ഇന്ന് രാത്രി പരിശുദ്ധ പറയുന്നു, നീ എഴുന്നേൽക്കും, നീ എഴുന്നേൽക്കും. രാജ്യത്തിന്റെ ശക്തി നിനക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രവർത്തിക്കും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? സ്തോത്രം. മർക്കോസ് 2:1 തിരുവചനം പറയുന്നു, 4 പേർ ഒരു പക്ഷപാതക്കാരനെ അവിശ്വാസത്തോടു കൂടി യേശു ഉള്ള ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. സ്തോത്രം. അവിടെ നിറച്ച ആളായതുകൊണ്ട് അവർ വീട് പൊളിച്ച് ഐക്യത്തോടെ അതിനകത്തിറക്കി. ദൈവരാജ്യം ഐക്യമാണ്. യേശു പറഞ്ഞിട്ട് പാപത്തെ ക്ഷമിച്ചിരിക്കുന്നു. സ്തോത്രം. നീ നിന്റെ കിടക്കയെടുത്ത് നടക്ക. രാജ്യത്തിന്റെ ഉടയവനായ രാജാവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആ തളർന്നു കിടക്കുന്ന വ്യക്തിയെ സ്തോത്രം എഴുന്നേൽപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി തളർന്നിരിക്കണ്ട, തകർന്നിരിക്കണ്ട, ഭാരപ്പെട്ടിരിക്കണ്ട. രാജ്യത്തിന്റെ ശക്തി നിന്നിൽ വെളിപ്പെടുമ്പോൾ നീ പോകുന്നിടത്ത് ദൈവരാജ്യം വെളിപ്പെടും. നീ ആയിരിക്കുന്ന കുടുംബത്തിൽ ദൈവരാജ്യം വെളിപ്പെടും. നീ ആയിരിക്കുന്ന സഭയിൽ ദൈവരാജ്യം വെളിപ്പെടും. ദൈവരാജ്യം വാക്കുകളിലല്ല, ശക്തിയിലത്രേ. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഈ പരിശുദ്ധാത്മാവിന്റെ ഈ സ്തോത്രം ദൈവരാജ്യത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ആരൊക്കെ സഹായിച്ചായിരിക്കാം, ആരൊക്കെ നിർബന്ധത്തിലായിരിക്കാം, നീ സ്തോത്രം ഇന്ന് പകൽ, ഇന്ന് രാത്രി യൂട്യൂബിൽ ഫേസ്ബുക്കിൽ കയറിയത് നിന്നോട് കർത്താവ് പറയുന്നു, യേശു പറയുന്നു, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോകുന്നു. എന്നും നീ കിടക്കേണ്ടവനല്ല, എന്നും നീ കിടക്കേണ്ടവളല്ല. രാജ്യത്തിന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടുമ്പോൾ നിനക്ക് വേണ്ടി സാധാരണമായി വഴികൾ നിനക്ക് വേണ്ടി തുറക്കും. സ്തോത്രം. വർഷങ്ങൾ കിടന്ന മനുഷ്യരോട് ചോദിച്ചു, അതെ തളർന്നു കിടക്ക വ്യക്തിയല്ലാതെ പിന്നെ എങ്ങനെയാ സ്തോത്രം ഈ കിടക്കിയെടുത്ത് നടക്കുന്നത്? അവൻ പറഞ്ഞു, 4 പേർ എന്നെ യേശുവിന്റെ രാജ്യം പ്രവർത്തിക്കുന്ന സ്ഥലത്തേക്ക്, രാജ്യത്തിന്റെ ശക്തി വെളിപ്പെടുന്ന സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയി. അവനിൽ നിന്ന് എന്റെ മേൽ അസാധാരണമായി രാജ്യത്തിന്റെ ശക്തി എന്റെ ശരീരത്തിന്മേൽ വെളിപ്പെട്ടു. ചലനമില്ലായിരുന്ന എന്റെ ശരീരത്തിന്മേൽ യേശുവിന്റെ രാജ്യത്തിന്റെ ശക്തി, രാജ്യത്തിന്റെ പവർ വെളിപ്പെട്ടപ്പോൾ എന്റെ ജീവിതത്തിൽ സൗഖ്യങ്ങളും അത്ഭുതങ്ങളും നന്മകളും നടന്നു. ഇന്ന് രാത്രി ദൈവരാജ്യം, ദൈവരാജ്യത്തിന്റെ ശക്തി, ദൈവരാജ്യത്തിന്റെ പവർ, ദൈവരാജ്യത്തിൽ നീ ഓടിക്കേറിക്കോ. ദൈവരാജ്യം നിന്റെ ഉള്ളിലുണ്ട്. നീ ദൈവരാജ്യത്തിന്റെ അകത്താണ്. ആ ബോധം നിന്റെ മേൽ ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് ആ ശക്തി നിന്റെ മേൽ ചലിപ്പിക്കാൻ കഴിയുകയില്ല. സ്തോത്രം. കിടന്ന തളർന്നു കിടന്ന ആ വ്യക്തി കിടക്കയെടുത്തു നടന്നു എന്ന് തിരുവചനം പറയുന്നു. ഹല്ലേലൂയ. മർക്കോസ് 5 പഠിച്ചാൽ അറിയാം, ഒരു മനുഷ്യൻ 6000 ഭൂതത്താൽ സ്തോത്രം സാത്താന്യ രാജ്യം പിടിച്ചു വെച്ചിരുന്നു. കുടുംബം തകർന്നുപോയി. സ്തോത്രം. അവൻ കുളിക്കത്തില്ല, മുടി വളർത്തി, ശരീരത്തെ കീറി മുറിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് ഭീഷണിപ്പെടുത്തി. സ്തോത്രം. ജയിലിൽ കൊണ്ടിട്ട് സ്തോത്രം കമ്പിയെ വളിച്ചു ഒടിച്ചു കളയും. അവൻ അസാധാരണമായ ശബ്ദങ്ങൾ ഉണ്ടാക്കി ഈ സാത്താന്യ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ യേശുവും ശിഷ്യന്മാരും കൂടി പടകി കുഴത്ര ചെയ്തു. സ്തോത്രം. വെള്ളത്തിൽ മുക്കിക്കൊല്ലുവാൻ ഈ ലജ്ജൻ വാദിച്ചവന്റെ ശക്തി സ്തോത്രം നോക്കിയപ്പോൾ രാജാവായവൻ യേശു കാറ്റിനെയും കടലെ ശാസിച്ച് സ്തോത്രം. ഹല്ലേലൂയ. ഈ ലജ്ജൻ ശക്തി അപ്പോൾ ശാന്തമായി. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭൂതം ബാധിച്ചിരുന്ന മനുഷ്യന്റെ അടുത്തേക്ക് വന്നു. സാത്താന്റെ രാജ്യത്തിലായിരുന്ന സ്തോത്രം ഈ മനുഷ്യനെ സാത്താന്യ പന്നിക്കൂട്ടത്തിലേക്ക് അയച്ചിട്ട് ആ മനുഷ്യനെ ദൈവരാജ്യത്തിൽ അകത്തേക്ക് കയറ്റി. ഇന്ന് രാത്രി സാത്താന്യ മണ്ഡലത്തിലാണോ? ഉറക്കമില്ലയോ? നീ രോഗത്തിലാണോ? നീ പ്രശ്നത്തിലാണോ? നീ പ്രതിസന്ധിയിലാണോ? ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നിന്റെ ആ രാജ്യത്തിൽ, നീ ആയിരിക്കുന്ന രോഗമെന്ന രാജ്യത്തിൽ, പൈശാചിക മണ്ഡലത്തിൽ ആയിരിക്കുന്ന രാജ്യത്തിൽ നിന്ന്, കടഭാരമായിരിക്കുന്ന രാജ്യത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് ദൈവരാജ്യത്തിന്റെ അകത്ത് കയറ്റുവാൻ കർത്താവ് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നു. ദൈവരാജ്യത്തിന്റെ അകത്തേക്ക് നീ കേറാൻ തയ്യാറായാൽ ഒരു അന്ധകാര
ശക്തികൾക്കും, ഒരു ലക്കം ശക്തികൾക്കും, 30 ശക്തികൾക്കും, ഒരു മന്ത്രവാദികൾക്കും, ഒരു ശകുനവാദികൾക്കും നിന്നെയോ നിന്റെ തലമുറയെയോ നിന്റെ സമ്പത്തിനെയോ തൊടാൻ കഴിയത്തില്ല. നിന്നെ ഈ രാജ്യത്തിന്റെ പവർ നിന്റെ മേൽ വെളിപ്പെടും. ഇന്ത്യയിലുള്ള ഒരു മനുഷ്യന് ഇന്ത്യയിലെ പൗരത്വം ഉണ്ടെങ്കിൽ നീയും ഞാനും ഇവിടത്തുകാരല്ല. നമ്മുടെ പൗരത്വമോ അത് സ്വർഗത്തിലാകുന്നു. സ്വർഗത്തിലെ പൗരത്വമുള്ള എന്നെയും നിന്നെയും തൊടാൻ ഈ ലോകത്ത് ഒരു ശക്തികൾക്കും ഒരു കുടിയിരിപ്പുകൾക്കും കഴിയത്തില്ല. ഇന്ന് രാത്രി ധൂമി കൈമാറിയാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? വിശ്വസിക്കാൻ കഴിയുന്നവർ ഈ രാത്രി കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. സാത്താന്യ രാജ്യത്തിലായിരുന്ന ആ ലഗോൺ വാദിച്ചിരുന്ന ആ മനുഷ്യനെ യേശു വിടുവിച്ചു, ദൈവരാജ്യത്തിലേക്ക് അകത്താക്കി. അപ്പോൾ മനുഷ്യൻ ചോദിച്ചു, കർത്താവേ, ഞാൻ നിന്റെ കൂടെ വരട്ടെയോ? ആമേൻ സ്തോത്രം. കർത്താവ് പറഞ്ഞു, നീ എന്റെ കൂടെ വരണ്ട, നീ പോയി നിന്റെ ദേശത്ത് ആമേൻ സ്തോത്രം ദൈവരാജ്യം ഘോഷിക്കുക. യേശു പ്രസംഗിച്ചത് ദൈവരാജ്യം, യോഹന്നാൻ പ്രസംഗിച്ചത് ദൈവരാജ്യം, പൗലോസ് പ്രസംഗിച്ചത് ദൈവരാജ്യം. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലും കർത്താവ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവരാജ്യം പ്രസംഗിക്കണമെന്ന് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, മാനസാന്തരപ്പെടുവേൻ. ദൈവരാജ്യം പ്രസംഗിക്കുന്നിടത്ത് ശോധനകൾ വരാം. ദൈവരാജ്യം പ്രസംഗിക്കുമ്പോൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വരാം. ഭാരപ്പെടരുതേ. യോഹന്നാൻ ദൈവരാജ്യം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ രാജാവിനെ നോക്കി രാജാവിനോട് പറഞ്ഞു, നീ ആമേൻ സ്തോത്രം ഈ അഡീഷണൽ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്ന് മുഖത്തു നോക്കി ആമേൻ സ്തോത്രം പ്രവാചകൻ ദൂത് പറഞ്ഞപ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹെരോദയുടെ ഇഷ്ടപ്പെട്ടില്ല. ആമേൻ സ്തോത്രം അത് മനസ്സിൽ വച്ചിരുന്നു. ആമേൻ സ്തോത്രം രാജാവിന്റെ ബർത്ത്ഡേ വന്നപ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ രണ്ടാമത്തെ അഡീഷണൽ ഭാര്യയുടെ മകളോട് ചോദിച്ചു, നീ നൃത്തം ചെയ്യുന്നതിന് ഞാൻ എന്താണ് ആമേൻ സംഭാവന തരേണ്ടത്, പ്രൈസ് തരേണ്ടത്? അവൾ പറഞ്ഞു, യോഹന്നാന്റെ തലയത്രേ. ഈ രാത്രിയിലും ദൈവരാജ്യം പ്രസംഗിക്കുന്നത് സാത്താന്യ രാജ്യത്തിന് ഇഷ്ടമില്ല. എങ്കിലും ഇന്ന് രാത്രിയും മുഴങ്ങിക്കേൾക്കേണ്ടത് രാജ്യങ്ങളിൽ, പട്ടണങ്ങളിൽ, ദേശങ്ങളിൽ ദൈവരാജ്യത്തിന്റെ ശബ്ദമായിരിക്കണം. ദൈവരാജ്യത്തിന്റെ ശബ്ദം വെളിപ്പെടുമ്പോൾ സാത്താന്യ ശബ്ദങ്ങൾ മാറുവാൻ തുടങ്ങും. ആമേ ഹല്ലേലൂയ. അവൾ പറഞ്ഞു, ആമേ സ്തോത്രം പ്രവാചകന്റെ തല വേണം. ആമേ സ്തോത്രം രാജാവ് ഓർഡർ ഇട്ടു. കാരാഗൃഹത്തിൽ കിടന്ന യോഹന്നാന്റെ തല വെട്ടി ഒരു തളികയിൽ കൊണ്ടുവന്നു. ഇന്ന് രാത്രിയും ആമേ സ്തോത്രം ഹല്ലേലൂയ ദൈവരാജ്യത്തിന്റെ ശക്തിക്ക് വേണ്ടി നിൽക്കുന്ന വ്യക്തികളെ നിന്നെ ഈ കാലഘട്ടത്തിൽ ദൈവം പുറത്തു കൊണ്ടുവരുന്ന ആമേ രാത്രിയാണ്. ഹല്ലേലൂയ. തന്റെ ആമേ സ്വത്ത് വിറ്റ്, തന്റെ വസ്തു വിറ്റ് വയലു ആമേ വിലയ്ക്ക് വാങ്ങുന്നതാണ് ആമേ സ്തോത്രം ദൈവരാജ്യം. അതേ വയലിന്റെ കത്ത് കിടക്കുന്ന ചില നന്മകളുണ്ട്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവരാജ്യത്തിന്റെ ശക്തിക്ക് വേണ്ടി ചിലർ എഴുന്നേൽക്കട്ടെ. ദൈവരാജ്യത്തിന് വേണ്ടി ചിലർ എഴുന്നേൽക്കട്ടെ ഇന്ന് രാത്രി. ആമേ സ്തോത്രം ഹല്ലേലൂയ. മാനസാന്തരം വിളിച്ചു പറഞ്ഞ യോഹന്നാന്റെ തലയെ ആമേ സ്തോത്രം ഹല്ലേലൂയ രാജാവ് എടുപ്പിക്കാൻ ഓർഡർ ഇട്ടു. രാജാവിന് ഭയമായി. രാജാവിന് ആകെ പേടി യോഹന്നാനെ പ്രവാചകനെ മാത്രമേ ഉള്ളൂ. റിയലായി ദൂത് പറയുന്ന അതേ പ്രവാചകനെ പേടിച്ചിരുന്നു. കാര്യം ആ പ്രവാചകൻ കൂടി അസാധാരണമായി ദൈവരാജ്യത്തിന്റെ ശക്തി വെളിപ്പെട്ടുകൊണ്ടിരുന്നു. ദൈവരാജ്യത്തിന്റെ ശക്തി വെളിപ്പെട്ടാൽ അവിടെ വ്യാജം പ്രസ്താവിക്കാൻ കഴിയുകയില്ല. ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിൽ ദൈവരാജ്യത്തിന്റെ ശക്തി അസാധാരണമായി വെളിപ്പെടണം. ദൈവരാജ്യത്തിന്റെ ശക്തി വെളിപ്പെട്ടാൽ ആമേ സ്തോത്രം മറ്റൊന്നിനും പ്രാധാന്യം കൊടുക്കില്ല. ആമേ തിരുവചനം പറയുന്നു, ഒരു മനുഷ്യൻ ആമേ സ്തോത്രം ഹല്ലേലൂയ ആമേ സ്തോത്രം ഹല്ലേലൂയ ആമേ സ്തോത്രം ആമേ പാപത്തിലിരിക്കുന്ന മനുഷ്യരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് ആ മനുഷ്യരെ മരകയോഗ്യനാക്കുന്നു, നരകയോഗ്യനാക്കുന്നു. ആമേ സ്തോത്രം മതത്തിൽ ചേർക്കാനല്ല കർത്താവ് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നത്, രാജ്യത്തിലേക്ക് കൊണ്ടുവരാൻ. ഇന്നലെ ഒരുപാട് പേർ മതത്തിൽ ചേർക്കാനുണ്ട്, മതം മാറ്റുന്നവരുണ്ട്. ഇന്ന് നമ്മൾ ആമേ സ്തോത്രം കേൾക്കുന്ന തിരുവചനം മതം മാറ്റുന്നതല്ല, മനുഷ്യന്റെ മനസ്സ് മാറ്റുന്നതാണ്. ആമേ സ്തോത്രം ഹല്ലേലൂയ. ആരും മതം മാറരുത്, പേര് മാറരുത്. ഇന്ന് രാത്രിയും ദൈവരാജ്യത്തിന്റെ സുവിശേഷം മനുഷ്യന്റെ മനസ്സ് മാറ്റുന്നതാ. ആത്മഹത്യയിലിരിക്കുന്നത്, മരണത്തിലിരിക്കുന്ന വ്യക്തി, രോഗത്തിലിരിക്കുന്ന വ്യക്തി, പ്രശ്നത്തിലിരിക്കുന്ന വ്യക്തി ഈ രാജ്യത്തിലേക്ക് കയറുമ്പോൾ ആമേ സ്തോത്രം നിങ്ങളെ ആമേ സ്തോത്രം ഞെരുക്കിക്കൊണ്ടിരുന്ന ശക്തികൾ വിട്ടുപോകാൻ ഇടവരും. ആമേ ഉടമന ഹംദന ദൈവരാജ്യം അവ വാക്കുകളിലല്ല, ശക്തിയിലത്രേ. അവ ഉൽപ്പത്തിയൊട്ട വെളിപ്പാട് വരെ സാത്താനും കാണാപ്പാടാ വചനം. പക്ഷേ ഇത് ശക്തി വെളിപ്പെടുന്നിടത്ത് സാത്താൻ നിൽക്കുകയില്ല, ഇരുളിന്റെ ശക്തികൾ നിൽക്കുകയില്ല. ആമേ സ്തോത്രം. ഉൽപ്പത്തിയൊട്ട കാണാപ്പാടം പഠിച്ചിട്ടും കാര്യം
കാര്യമില്ല. ആമേൻ സ്തോത്രം. ഈ വചനത്തിന്റെ ആമേൻ സ്തോത്രം വാക്കുകളായി മാറാതെ ശക്തിയായി മാറണം. അപ്പോസ്തലപ്രവൃത്തി 2 പഠിച്ചാൽ അറിയാം. ആമേൻ 120 പേർ കൂടിയിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഇറങ്ങി വന്നു. ഓരോരുത്തർ നാവെടുത്തു സംസാരിപ്പാൻ തുടങ്ങി. അന്ത്യകാലത്ത് സകല ജഗത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഈ 2021 ഈ ഓഗസ്റ്റ് മാസത്തിൽ രാത്രിയിൽ പരിശുദ്ധ പറയുന്നു, തലമുറകൾ പ്രവചിക്കും, തലമുറകൾ സാധാരണമായ ശുശ്രൂഷകൾ ചെയ്യും. ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ ഏത് രോഗത്തിന് വേണ്ടി കൈവച്ചാലും ഓൺ ദ സ്പോട്ടിൽ ദൈവരാജ്യത്തിന്റെ ശക്തി വെളിപ്പെടും, ദൈവരാജ്യത്തിന്റെ പവർ വെളിപ്പെടും. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കാൻ പോകുക. ബൈബിൾ പറയുന്നു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുവിൻ, ദൈവരാജ്യം അങ്ങനെയുള്ളവർക്കാകുന്നു എന്ന് തിരുവചനം പറയുന്നുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ അസൂയയും കുശുമ്പും കുന്നായ്മയും ആമേൻ സ്തോത്രം ഇല്ലാത്തൊരു കൂട്ടർ എഴുന്നേറ്റാൽ ദൈവരാജ്യത്തിന്റെ ശക്തി നിന്നിൽ വെളിപ്പെടുമെന്ന് ഇന്ന് രാത്രി കർത്താവ് ദൂത് പറയുന്നു. 38 വർഷം കൊളക്കരയിൽ ഒരു മനുഷ്യൻ കിടക്കുന്നു. ആമേൻ സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 5 പഠിച്ചാൽ വ്യക്തമായി ആമേൻ നമുക്ക് കാണാൻ കഴിയും. എല്ലാവരും കൈവിട്ടു, വൈദ്യം കൈവിട്ടു, എല്ലാവരും കൈവിട്ട് 38 വർഷമായി നോക്കിക്കൊണ്ട് കിടക്കുന്നു. ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ, എന്നെ പിടിച്ചൊന്ന് വെള്ളത്തിൽ ഇറക്കിയിരുന്നെങ്കിൽ, ആ രാജ്യത്തിന്റെ ആമേൻ സ്തോത്രം പവർ എന്നിൽ ഒന്ന് വെളിപ്പെട്ടന. ആ മനുഷ്യൻ കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ഭൂതൻ ഇറങ്ങി കുളം കലക്കിയ. പക്ഷേ ഇപ്പോൾ വേറൊന്ന് കേൾക്കുന്നു. ഒരുവൻ കരയിൽ ഇറങ്ങിട്ട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ആമേ ചോദിക്കുന്നത് ആരാ? രാജ്യത്തിന്റെ ഉടയവൻ, രാജാതി രാജാവ്, ആമേ സകലത്തിന്റെയും നിർമ്മിച്ചവനായ ദൈവം ചോദിക്കുന്നു, യേശു ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? മനസ്സില്ലാത്തവരാരെയും സൗഖ്യമാക്കാറില്ല. മനസ്സില്ലാത്ത ആരെയും മാനസാന്തരത്തിലേക്ക് ദൈവം നടത്താറില്ല. നീ ഏതൊരു പാപിയാണെങ്കിലും, നീ എത്ര പ്രശ്നത്തിലിരിക്കുന്ന വ്യക്തിയാണെങ്കിലും, നീ എത്ര പ്രതികൂലത്തിലിരിക്കുന്ന വ്യക്തിയാണെങ്കിലും, നിനക്കൊരു മനസ്സുണ്ടെങ്കിൽ എന്റെ ദൈവം ആ പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കും. പക്ഷേ നിനക്ക് മനസ്സില്ല എങ്കിൽ ദൈവം മാറിപ്പോകും. ഇന്ന് രാത്രി മനസ്സുള്ളവരെ വിടുവിക്കുന്ന, മനസ്സുള്ളവരെ സൗഖ്യമാക്കുന്ന, ആമേ സ്തോത്രം, വേദനിക്കുന്നവരെ വിടുവിക്കുന്ന നല്ലവനായ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ കൂടെയുണ്ട്. യേശു ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അതേ കർത്താവേ, എന്നെ പിടിച്ചിറക്കാൻ ആരുമില്ല. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ആമേ സ്തോത്രം. അന്ന് വരെ വെള്ളത്തിൽ വെളിപ്പെട്ട ആമേ സൗഖ്യം രാജ്യത്തിന്റെ ഉടമസ്ഥനായ ക്രിസ്തുവിൽ ആമേ സ്തോത്രം വെളിപ്പെട്ടു. 38 വർഷം ഒരേ കിടപ്പ് കിടന്ന വ്യക്തി നടക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ആരൊക്കെ ചിന്തിക്കുന്നു, ഒത്തിരി വർഷം കൊണ്ട് പ്രാർത്ഥിക്കുന്നു, എന്റെ വിടുതൽ എന്താ കർത്താവെ കാണാത്തത്? ഇന്ന് രാത്രി നിന്നോട് കർത്താവ് പറയുന്നു, നീ രാജ്യത്തിന്റെ അകത്തേക്ക് കയറി. ബൈബിൾ പറയുന്നു, ആദ്യം അവന്റെ രാജ്യവും നീതി അന്വേഷിച്ചേരെ, അതോടുകൂടി സകലതും നിനക്ക് കിട്ടുമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി അവയെ സ്വന്തം ദൈവവചനം പറയുന്നു, ദൈവരാജ്യത്തിന്റെ അകത്തേക്ക് കയറുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു കുഷ്ഠരോഗി യേശുവിന്റെ അടുത്തേക്ക് വന്ന് മുട്ടുമടക്കി. അവയെ സ്തോത്രം. വിഷയം വേറൊന്നുമല്ല. അവയെ സ്തോത്രം, കുഷ്ഠരോഗി അവയെ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ അവയെ സ്തോത്രം, ഹല്ലേലൂയ, യേശുവിന്റെ അടുത്തേക്ക് വന്ന് മുട്ടുമടക്കി. ഹല്ലേലൂയ. ആരും കുഷ്ഠരോഗിയെ തൊടാതിരിക്കുമ്പോൾ, എല്ലാവരും അറയ്ക്കുമ്പോൾ, രാജാതി രാജാവും കർത്താതി കർത്താവും ആമേ സ്തോത്രം ദൈവരാജ്യത്തിന്റെ പവറുള്ളവനായ യേശു കൈ നീട്ടി ഒന്ന് തൊട്ടു. ആ കുഷ്ഠരോഗിയുടെ കൂട്ടം യേശുവിലേക്ക് വന്നില്ല. കുഷ്ഠരോഗി ശുദ്ധമായി. ഇന്ന് രാത്രി ആമേ സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ എത്ര വലിയ രോഗമാണെങ്കിലും, നിന്റെ എത്ര വലിയ പ്രശ്നമാണെങ്കിലും, നിന്റെ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും, എന്റെ യേശു കൈ നീട്ടി ഒന്ന് തൊട്ടാൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. നിന്റെ തലമുറ വിഷയത്തിന്മേൽ യേശു ഇന്ന് രാത്രി ഒന്ന് തൊട്ടാൽ ആമേ സ്തോത്രം പരിഹാരം ഉണ്ടാകും. പക്ഷേ നീ മുട്ടുമടക്കാൻ തയ്യാറാകണം. മുട്ടുമടക്കാനുള്ള മനസ്സുണ്ടാകണം. മനസ്സില്ലാത്ത നിനക്ക് വേണ്ടി എന്റെ കർത്താവ് കൈ തൊടാറില്ല. ഇന്ന് രാത്രി മനസ്സുണ്ടോ? നിന്റെ പ്രശ്നങ്ങളെ, നിന്റെ പ്രതിസന്ധികളെ ഇന്ന് രാത്രി കൈ നീട്ടി തൊടാൻ കഴിവുള്ള കർത്താവ് ഫേസ്ബുക്കിൽ ലൈവിൽ കൂടി കാണുന്ന, യൂട്യൂബിൽ ലൈവിൽ കൂടി കാണുന്ന നിന്നോട് കർത്താവ് പറയുന്നു, ഇന്ന് രാത്രി നിന്നെ കർത്താവിന് തൊടാൻ മനസ്സുണ്ട്. ആമേ സ്തോത്രം. നീ ഏറ്റെടുക്കാൻ മനസ്സുണ്ടോ? രാജ്യത്തിന്റെ പവർ, രാജ്യത്തിന്റെ ശക്തി, ആമേ ദൈവ രാജ്യം, ആമേ സ്തോത്രം വാക്കുകളിലല്ല, ആമേ ശക്തി അത്രയെന്ന് തിരുവചനം പറയുന്നെങ്കിൽ ആ ശക്തി നിനക്ക് വേണ്ടി ചലിക്കും. ആ രാജ്യത്തിന്റെ പവർ, രാജ്യത്തിന്റെ അതോറിറ്റി, രാജ്യത്തിന്റെ ആമേ സ്തോത്രം നിയോഗം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ചലിക്കും, പ്രവർത്തിക്കും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സ്ത്രീ തന്റെ മകൾ
മകൾക്ക് വേണ്ടി ഭൂതോത്രം കനാന്യ സ്ത്രീ ആമേ സ്തോത്രം യേശുവിന്റെ അടുത്ത് വന്നൊരു കർത്താവേ, എന്റെ മകൾക്ക് ഭൂതോദ്രമാണ്, ഭൂതം പിടിച്ചിരിക്കുന്നു, ആമേ സാത്താന്റെ രാജ്യത്തിലാകുന്നു, അവളെ ഒന്ന് വിടിവിക്കണമേ, അവളെ ഒന്ന് സൗഖ്യമാക്കണമേ, അവളെ ഒന്ന് പുറത്തു കൊണ്ടുവരണമേ. ഇതുപോലെ ഇന്ന് രാത്രി അനേക മാതാപിതാക്കൾ കരയുന്നു, എന്റെ മകളെ ഈ ഫോൺ വിഷയത്തിൽ ഒന്ന് പുറത്തു കൊണ്ടുവരണമേ. രാത്രി മുഴുവൻ ഫോണിന്റെ മുന്നിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ഒന്ന് വിടുവിക്കുവാൻ ചില മാതാവുമാർ ഇന്ന് രാത്രിയും ആമേ സ്തോത്രം കരയുവാൻ ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, യേശുവിന് നീ വിഷയം കൊടുത്താൽ ആമേ സ്തോത്രം അവർ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മധ്യ തീർപ്പുണ്ടാകും. പറഞ്ഞേക്കാൻ അനുസരണയില്ലാത്ത തലമുറകൾക്ക് വേണ്ടി എന്റെ കർത്താവ് പ്രവർത്തിക്കും, അവരെ നീതിയിലേക്കും നേരോടെ നടക്കും. ബൈബിൾ പറയുന്നു, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരാതെ ചില നന്മകളെ വെളിപ്പെടുത്തി കൊടുത്ത് മാനിപ്പാൻ കഴിവുള്ള കർത്താവ് നിരാത്രി ദൂത് കൈമാറുന്നു. എന്റെ മാതാവ് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ആ കനാന്യ സ്ത്രീ പറഞ്ഞു, എന്റെ മകൾക്ക് ഭൂതോദ്രവം, അവൾ ഭൂതത്തിന്റെ രാജ്യത്തിലാണ്, അവളെ തകർക്കുന്നു, അവൾ കൂടെ കൂടെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു, അവൾക്ക് അവൻ ഭക്ഷണം വേണ്ട, അവൾ അനുദിനം അത് സൂക്ഷിച്ചു വരുന്നു, ശരീരം ബുദ്ധിയില്ലാതെ വരുന്നു. കർത്താവേ, എന്തു വേണം? കർത്താവ് പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്ന വിഹിതമല്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു, ആ അമ്മ പറഞ്ഞു, നായ്ക്കുട്ടികളായ ഞങ്ങളും കഴിച്ചോട്ടെ കർത്താവേ. അവൻ ഇസ്രായേൽ കാണാത്ത വലിയ വിശ്വാസം കർത്താവ് അവനിൽ കണ്ടപ്പോൾ ദൈവരാജ്യത്തിന്റെ ശക്തി അവനിൽ വെളിപ്പെടും. ദൈവരാജ്യത്തിന്റെ ശക്തി വെളിപ്പെട്ടു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞെന്താ? നിങ്ങൾ പോകുക, ഭൂതങ്ങളെ പുറത്താക്കുക, ദൈവരാജ്യം പ്രസംഗിക്കുക, രോഗികളെ സൗഖ്യമാക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക. അതെ, അവൻ ദൈവരാജ്യത്തിന്റെ പവറായ രാജാവിന്റെ ശക്തി ആ മകളുടെ മേൽ വെളിപ്പെട്ടു. ആ മകൾ സ്വതന്ത്രരായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി രാജ്യത്തിന്റെ ശക്തി ചലിക്കാൻ തുടങ്ങിയ ഏത് രോഗവും സൗഖ്യമാകും. സാത്താന്യാണ് രാജ്യമാണ് രോഗമിടുന്നത്. സാത്താന്യ രാജ്യം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ ദൈവരാജ്യത്തിന്റെ ശക്തി, പവർ, അധികാരം, അഭിഷേകത്തിന്റെ ശക്തി, ദൈവരാജ്യത്തിന്റെ ശക്തി ചലിക്കാൻ തുടങ്ങുമ്പോൾ അവ ഏത് രോഗികളും യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ഈ സൗഖ്യമാകും. യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അസാധാരണമായത് അഭിഷേകം. പൗലോസ് പ്രസംഗിച്ചതൊക്കെ ദൈവരാജ്യമാണ്. 28-30 നോക്കിയാൽ വ്യക്തമായി അറിയാം. ആമേ സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേ സ്തോത്രം, ഹല്ലേലൂയ. 22:1 മുതൽ പഠിച്ചാൽ അറിയാം. ആമേ മെലീത്ത ദ്വീപിൽ പൗലോസ് കപ്പലപകടം വന്ന് നീന്തി അക്കരെ കയറിയപ്പോൾ, മെലീത്ത ദ്വീപിലെത്തിയപ്പോൾ ആമേ സ്തോത്രം അവിടെ അനേകരെ തകർത്ത് കളഞ്ഞ, അനേകരെ കൊന്നുകളഞ്ഞ നീതി ദേവി എന്ന് അറിയപ്പെടുന്ന ആമേ സ്തോത്രം ഒരു അണലി ആമേ പൗലോസിന്റെ കൈക്ക് കയറി കൊത്തി. ഈ അണലിക്ക് മനസ്സിലായില്ല ഇത് ആരാണെന്ന്. അവന്റെ കയ്യിലാണ് കൊത്തിയതെന്ന് മനസ്സിലാകാതിരിക്കുമ്പോൾ അവിടുത്തെ ബർമ്മമാർ പറഞ്ഞു, ഇപ്പോൾ തന്നെ ഈ ആമേ പൗലോസ് ഈ വ്യക്തി ഇപ്പോൾ തന്നെ ചീർത്ത് ചാകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ അണലിയെ കുടഞ്ഞ് തീയിലേക്ക് ഇട്ട് കൊടുത്തു. ബൈബിൾ പറയുന്നു, അതെ, പുറത്തല്ല ഇട്ടത്, അകത്താ. അത് അവിടെ വെച്ച് തകർന്നു പോയി. പിന്നെ അത് ആരെയും കൊത്തിയില്ല. ഇന്ന് രാത്രി അനേകരെ തകർത്തു കളഞ്ഞ അണലിയ, പക്ഷേ അനേകരെ തകർത്തുന്ന പാപമാണ്, അനേകരെ തകർത്തുന്ന ശാപം. ഇന്ന് രാത്രി നീ കുടഞ്ഞുകളാ. യേശുവിൻ നാമത്തിൽ അത് ഇല്ലായ്മപ്പെട്ടു പോകാൻ പോകുന്നു. ദൈവരാജ്യത്തിന്റെ പവർ പൗലോസിൽ കൂടി വെളിപ്പെടാൻ തുടങ്ങി. വെളിപ്പെട്ടപ്പോൾ രാജ്യം അവിടെ വെളിപ്പെടാൻ തുടങ്ങി. യേശുവിന്റെ രാജ്യം വെളിപ്പെടാൻ തുടങ്ങി. കുപ്രസ് ദ്വീപിലെ ആമേ സ്തോത്രം, ഹല്ലേലൂയ, പുപ്രിയോസിന്റെ അപ്പന് അതിസാരം പിടിച്ച് കിടക്കുമ്പോൾ, ദ്വീപ് പ്രമാണിയുടെ അപ്പൻ അതിസാരം പിടിച്ച് കിടക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ പൗലോസ് ആ രാജ്യത്തിന്റെ പവർ ഓപ്പറേറ്റ് ചെയ്തു. കൈ നീട്ടി സ്തോത്രം. അത് മാത്രമല്ല, സൗഖ്യം വരുത്തി. സ്തോത്രം, ഹല്ലേലൂയ, കൊടുത്തു. സ്തോത്രം, ദ്വീപ് പ്രമാണി അപ്പൻ സൗഖ്യമായി. ഇന്ന് രാത്രി യേശുവിന്റെ രാജ്യം വെളിപ്പെടുന്നിടത്ത് സൗഖ്യങ്ങൾ നടക്കും. യേശുവിന്റെ രാജ്യം വെളിപ്പെടുന്നിടത്ത് മാനസാന്തരങ്ങൾ നടക്കും. യേശുവിന്റെ രാജ്യം വെളിപ്പെടുന്നിടത്ത് കൂട്ടത്തോടെ സ്നാനങ്ങൾ നടക്കും. യേശുവിന്റെ രാജ്യം വെളിപ്പെടുന്നിടത്ത് മന്ത്രവാദികൾ കൂട്ടത്തോടെ സ്നാനപ്പെട്ട് അഭിഷേകത്തിൽ നിറയും. ദൈവരാജ്യം വെളിപ്പെടുന്നിടത്ത് മദ്യപാനികൾ കൂട്ടത്തോടെ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് അതെ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കും. അപ്പോസ്തലർ 9:36 തിരുവചനം പറയുന്നു, യോപ്പയിൽ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഒരു പെൺകുട്ടി സ്തോത്രം, ഹല്ലേലൂയ, ടെക്സ്റ്റൈൽസ് കട
എന്താണ്? അല്ലെങ്കിൽ തയ്യൽ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പത്രോസിന്റെ ശിഷ്യയാണ് പെട്ടെന്ന് മരണപ്പെട്ടു പോയി. സ്തോത്രം ഹല്ലേലൂയ. പത്രോസിന്റെ അടുത്ത് ആളയച്ചു. സ്തോത്രം ഹല്ലേലൂയ. പത്രോസ് വന്നു. സ്തോത്രം വചനം പറയുന്നു, അവളെ കുളിപ്പിച്ച് കിടത്തി. ഒരു കൂട്ടം വിധവമാരെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവൾ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന സ്തോത്രം ഒരു പെൺകുട്ടിയാണ്. കാരണം സ്തോത്രം തബീത സ്തോത്രം ഹല്ലേലൂയ മരിച്ചുപോയി. തയ്യൽക്കാരിയാണ്. ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും അവൻ നിറഞ്ഞു നിൽക്കുമ്പോൾ യേശു പറഞ്ഞത് വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത്. ഇന്ന് രാത്രിയും അനേകർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അവരെ ഓർത്തു ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പേര് വരാനും പ്രശസ്തി വരാനും പൈസ ഊട്ടാനും ചാരിറ്റി ചെയ്യുന്ന അനേകരുണ്ട്. എല്ലാവരുമില്ല, ഇതിൽ വിശ്വസ്തോടെ ചെയ്യുന്നവരുമുണ്ട്. ഈ പെൺകുട്ടി തയ്യൽ ജോലി ചെയ്തിട്ട് നടത്തി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അനേക വിധവമാരെ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടവരെ സഹായിക്കും. അങ്ങനെ ഒരു കൂട്ടർ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാ പത്രോസ് സ്തോത്രം അവിടെ കൊണ്ടുവന്നു. പത്രോസിനെ തിരുവചനം പറയുന്നു, പത്രോസിൽ കൂടി ദൈവരാജ്യം വെളിപ്പെട്ടു. പത്രോസ് നടന്നു പോകുമ്പോൾ രോഗികൾ സൗഖ്യമായി, നിഴലിൽ കൂടി പോലെ സൗഖ്യമായി. ഈ 2021 ഈ ഓഗസ്റ്റ് മാസം യേശുവിന്റെ നാമത്തിൽ ദൂത് കൈമാറുന്നു. അങ്ങനെ ഒരു നാൾ ഇന്ത്യയിൽ വെളിപ്പെടാൻ പോകുന്നു. നിഴലിൽ കൂടി സൗഖ്യം യേശുവിന്റെ നാമത്തിൽ. മരിച്ചവർ ഉയർക്കും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഈ തബീത എന്ന പെൺകുട്ടി നല്ല കാര്യങ്ങൾ ചെയ്ത ഈ പെൺകുട്ടി മരിച്ചു കിടക്കുന്നു. പത്രോസ് ഹല്ലേലൂയ അവളെ ഉയർപ്പിച്ചു. ഇന്ന് രാത്രി പത്രോസിൽ വെളിപ്പെട്ടത് ദൈവരാജ്യത്തിന്റെ ശക്തിയാണെങ്കിൽ, ഇന്ന് രാത്രി എന്നിലും നിന്നിലും വെളിപ്പെടേണ്ട ദൈവരാജ്യത്തിന്റെ ശക്തിയാണെങ്കിൽ, മരണം വിട്ടിപ്പോയി, അയ്യോ പറ്റിപ്പോയി, അനുശോചനം പറഞ്ഞിട്ട് വരാനല്ലാതെ മരിച്ചതിനെ ഉയർപ്പിപ്പാൻ പുനർത്താത്തിന്റെ ശക്തി കർത്താവ് ഇന്ന് രാത്രി ചെടമേൽ അസാധാരണമായി വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? വിശ്വസിക്കാൻ കഴിയുന്നവർ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്ത്, മഹത്വത്തിനും പുകഴ്ചയ്ക്ക് യോഗ്യൻ അത് യേശു ക്രിസ്തു മാത്രം. യേശു മാത്രം രാജാവ്, യേശു മാത്രം ദൈവം. ഇന്ന് രാത്രി രാജാവായവൻ എന്റെയും നിന്റെയും ഉള്ളിലുണ്ട്. സ്തോത്രം രാജ്യം നമ്മുടെ ഉള്ളിലുണ്ട്. സ്തോത്രം നമ്മൾ രാജ്യത്തിന്റെ അകത്താണ്. രാജ്യത്തിന്റെ അകത്താണെങ്കിൽ ഒന്നിനെയും പേടിക്കേണ്ടിയില്ല. രാജാവ് കൂടെയുണ്ട്, രാജാവ് കൂടെയുണ്ട്, രാജാവ് കൂടെയുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്, കൂടെയുണ്ട്, കൂടെയുണ്ട്. ഹല്ലേലൂയ. പത്രോസും യോഹന്നാനും സുന്ദരമെന്ന ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ സ്തോത്രം ഉദരം മുതൽ മുടന്തനായി ഒരു മനുഷ്യൻ സുന്ദരമെന്ന ദേവാലയത്തിന് മുന്നിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. വല്ലതും കിട്ടുമെന്ന് അവൻ നോക്കിയിരിക്കുമ്പോൾ അഭിഷിക്തൻ പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങളില്ല, ഞങ്ങളുടെ രാജ്യത്തിന്റെ ശക്തിയുണ്ട്, അതെ പിടിച്ചോ. ദൈവരാജ്യത്തിന്റെ പവർ ആ മനുഷ്യനെ കൈനീട്ടി തൊട്ടപ്പോൾ ആ ദൈവരാജ്യത്തിന്റെ ശക്തി അവരിൽ വ്യാപരിച്ചു. അന്ന് വരെ നടക്കാൻ കഴിയാത്ത ആ മനുഷ്യൻ നരയാണി ഉറച്ചു, തുള്ളിച്ചാടി ദൈവത്തെ ഉയർത്തി. അതത്രേ ദൈവരാജ്യത്തിന്റെ ശക്തി. ഈ കാലഘട്ടത്തിൽ മുടന്തങ്ങൾ നടക്കുന്ന, കുരുട്ട് കണ്ണുകൾ തുറക്കുന്ന, ഊമൻ സംസാരിക്കുന്ന ദൈവരാജ്യത്തിന്റെ ശക്തി അത് വെളിപ്പെടുന്ന നാളുകളെന്ന് ആത്മാവ് ദൂത് കൈമാറുന്നു. നമ്മുടെ കർത്താവ് വരാറായി, യേശു വരാറായി. യേശു വരുന്നതിന് മുന്നേ ഈ കാലഘട്ടത്തിൽ ഒരു സാധാരണമായ ദൈവിക ശക്തി ഈ കാലഘട്ടത്തിൽ വെളിപ്പെടാൻ സമയമായി. എത്ര പേർക്ക് നിരാത്രി ദൈവത്തെ വിശ്വസിക്കാൻ കഴിയും? യേശുവിന് മഹത്വം എടുക്കാൻ കഴിയും. അവർക്ക് വേണ്ടി രാജ്യത്തിന്റെ പവർ വെളിപ്പെടും. യോഹന്നാൻ 9:1 പഠിച്ചാൽ അറിയാം. സ്തോത്രം അവിടെ സ്തോത്രം ജനിച്ചപ്പോൾ തന്നെ കണ്ണുകാഴ്ചയില്ലാത്ത ഒരു മകൻ സ്തോത്രം അവിടെ ഉണ്ടായിരുന്നു. ആ സ്തോത്രം മകനെ യേശു നിലത്തു തുപ്പി ചേറുണ്ടാക്കി കണ്ണിൽ പൂശിട്ട് പറഞ്ഞു, ശിലോം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. അവൻ കഴുകിട്ട് മടങ്ങി വന്നപ്പോൾ അവനിൽ സ്തോത്രം ദൈവരാജ്യത്തിന്റെ ശക്തി വെളിപ്പെട്ടു. അവൻ പോയതന്നെ മുകളിൽ നോക്കിക്കൊണ്ടാ, ദൈവത്തെ നോക്കിക്കൊണ്ടാ പോയത്. സ്തോത്രം അവൻ അന്ന് വരെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ശിലോകുളത്തിൽ പോയി കഴുകിയതിനു ശേഷം സ്തോത്രം അവൻ ചിലതൊക്കെ കാണാൻ തുടങ്ങി. ഇന്ന് രാത്രിയും നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ അങ്ങ് ഞങ്ങളെ കണ്ണിലൊന്ന് തൊടണമേ, ചില ചേറ് തേക്കണമേ,
ആവേശം നിങ്ങൾക്ക് കാഴ്ച വേണമേ. ഇന്ന് വരെ കാഴ്ചയില്ലാത്ത ആത്മമണ്ഡലത്തിൽ ഇന്ന് 20 രാത്രിയും സ്തോത്രം ഹല്ലേലൂയ കാഴ്ച ന്യായപ്രമാണത്തെ അത്ഭുതം കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് കർത്താവോട് കർത്താവേ, രാജ്യത്തിന്റെ സുവിശേഷം ദൈവരാജ്യത്തിന്റെ ശക്തി അറിയുവാൻ കാണുവാൻ എന്റെ കണ്ണിനെ ഈ രാത്രി ഒന്ന് തൊടണമേ എന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും? അങ്ങനെ പറയാൻ കഴിയുന്നവരെ സ്തോത്രം കണ്ണുകള് ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ തുറന്നു വരാൻ പോയ കൂട്ട വിടുതൽ കാണുവാൻ, കൂട്ട മാനസാന്തരം കാണുവാൻ, കൂട്ടത്തോടെ ഉണർവ് കാണുവാൻ, രാജ്യത്തിന്റെ പവർ, സാത്താന്യ രാജ്യം തകരും, ദൈവരാജ്യം വെളിപ്പെടും. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സ്തോത്രം ദൈവരാജ്യത്തിന്റെ പവർ അസാധാരണമായി വെളിപ്പെടുന്ന രാത്രിയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ പട്ടണത്തിലെ വിധവയുടെ മകൻ മരണപ്പെട്ടു പോയപ്പോൾ സ്തോത്രം ഹല്ലേലൂയ യേശു മഞ്ചത്തിൽ തൊട്ടപ്പോ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. കാരണം എന്താ? ദൈവരാജ്യത്തിന്റെ ശക്തി രാജാവായ യേശുവിൽ കൂടി മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ മേൽ വെളിപ്പെട്ടു. മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. പള്ളിപ്രമാണിയായ യായിറോസിന്റെ മകൾ മരണപ്പെട്ടു പോയി. സ്തോത്രം ഹല്ലേലൂയ. പ്രമാണിയാണ്, ഉപദേശിയാണ്, മകൾ മരണപ്പെട്ടു പോയി. പക്ഷേ രാജ്യത്തിന്റെ ശക്തി അടിച്ചില്ലെങ്കിൽ ഏതൊരു ഉപയോഗമില്ല. ഇന്ന് രാത്രിയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും സ്തോത്രം നമ്മുടെ മേൽ ആഞ്ഞടിക്കുമ്പോൾ രാജ്യത്തിന്റെ പവർ, രാജ്യത്തിന്റെ ശക്തി നമ്മളിൽ വെളിപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ആ പ്രശ്നത്തിൽ പെട്ടുപോകും. ഇന്ന് രാത്രിയും രാജ്യത്തിന്റെ ശക്തി, ദൈവരാജ്യത്തിന്റെ പവർ നമ്മളിൽ വെളിപ്പെട്ടാൽ സ്തോത്രം ഹല്ലേലൂയ നമ്മൾക്ക് ദിവസങ്ങളും മരിച്ചു കിടക്കുന്നതല്ല അത് കാണുന്നത്, ഉയർത്തെഴുന്നേറ്റ് നടക്കുന്നത് കാണും. വിശ്വാസത്താൽ കാണും. ദൈവരാജ്യം വിശ്വാസത്തിൽ പ്രാപിക്കുക. ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. ദൈവരാജ്യം പ്രാപിക്കുക, വിശ്വാസത്തിൽ പ്രാപിക്കുക, ആത്മാവിൽ ദൈവരാജ്യ ശക്തിയെ പ്രാപിക്കുക. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. സ്തോത്രം അഗസ്ത്യൻ പ്രവാചകന്റെ പുസ്തകം പറയുന്നു, അസ്ഥിയുടെ താഴെനരികിൽ ചെന്നു നിന്നു. ദൈവരാജ്യത്തിന്റെ ശക്തി പവർ വചനം വിളിച്ചു പറഞ്ഞു. സ്തോത്രം ഒരു കൂട്ടം അസ്ഥികൾ സ്തോത്രം കൂട്ടത്തോടെ എഴുന്നേറ്റു. ഒരു സൈന്യം പുറത്തു വന്നു. അസാധാരണമായ സൂപ്പർ നാച്ചുറൽ ദൈവത്തിന്റെ രാജ്യത്തിന്റെ അകത്തുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന തന്റെ മക്കൾക്ക് വേണ്ടി രാജ്യത്തിന്റെ പവർ വെളിപ്പെടും. 12 വർഷം രക്തസ്രാവക്കാരിയായ സ്ത്രീ സകല വൈദ്യന്മാരടുത്തും ഏറെ ഒന്നെടുത്തു പോയി. ആരാലും വിടുതൽ കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവളൊരു വർത്തമാനം കേട്ടു. യേശുവും ശിഷ്യന്മാരും പോകുന്നു കേട്ടു. അവൾക്കറിയാം എന്തായാലും സ്തോത്രം ഞാനൊരു വിടുതൽ പ്രാപിക്കും. സ്തോത്രം പുറകിൽ കൊണ്ട് ചെന്ന് തൊട്ടു. യേശു എന്നെ ആരോ തൊട്ടു, എന്നിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടു. അത് ദൈവരാജ്യത്തിന്റെ ശക്തിയാണ്. സ്തോത്രം ഹല്ലേലൂയ. അത് നേരെ ആ സ്ത്രീയുടെ ശരീരത്തിലേക്ക് പോയി. അന്ന് വരെ വിടുതലില്ലായിരുന്ന, വർഷങ്ങളായി രോഗത്തിൽ ആയിരുന്ന, ബ്ലീഡിംഗ് ആയിരുന്നു. മോശയുടെ ന്യായപ്രമാണം കഠിനമായി എഴുതി വെച്ചിരിക്കുമ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ വിടുതൽ വേണ്ടി തൊട്ടപ്പോൾ രാജ്യത്തിന്റെ പവർ അവൾ വെളിപ്പെട്ടു. 12 വർഷം സാത്താൻ കെട്ടിവെച്ചിരുന്ന രാജ്യത്തിലായിരുന്ന, ലോകശ് രാജ്യത്തിലായിരുന്ന, സാത്താനി രാജ്യത്തിലായിരുന്ന ആ മകളെയും യേശു വിടുവിച്ചു. ഇന്ന് രാത്രി രോഗത്തിലാണോ, ഭാരത്തിലാണോ, പ്രശ്നത്തിലാണോ, കൊടുത്തു എല്ലാം സ്റ്റോപ്പായി, സാമ്പത്തികമല്ല നഷ്ടമായോ, ഇന്ന് രാത്രി നിന്നോട് പറയുന്നു, എന്റെ കർത്താവിന് കഴിയാത്തതൊന്നുമില്ല. അവൻ ഇന്ന് രാത്രി അടിപ്പിടരാൾ സൗഖ്യമാക്കുന്നവരാണ്. അവന്റെ വചനത്തിന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടും. രാജ്യത്തിന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടും. എന്റെ കർത്താവിന് ഒന്നും അസാധ്യമേ അല്ല. സ്തോത്രം കെട്ടപ്പെട്ടതിന് പോലും രാജ്യത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അതേ അഴിയപ്പെടും. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, പോകുക, ഒരു കഴുതെ കെട്ടിയിട്ട് അടിച്ചുകൊണ്ട് വരിക. സ്തോത്രം കെട്ടിയതിനെ അഴിപ്പാനത്രേ ദൈവരാജ്യം വെളിപ്പെടേണ്ടത്. യേശു പറഞ്ഞു, പിശാചിന്റെ പ്രവർത്തനങ്ങളെ അഴിപ്പാനത്രേ യേശു ഭൂമിയിൽ വന്നത്. സ്തോത്രം യേശു സാത്താന്റെ തലയെ തകർത്തു. സകല അധികാരം സ്തോത്രം നമുക്ക് തന്നിട്ട് പോയെങ്കിൽ ഇന്ന് രാത്രിയും സ്തോത്രം യേശുവിന്റെ ശക്തി, രാജ്യത്തിന്റെ പവർ നമ്മളിൽ വെളിപ്പെടുന്നു. ഇന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന തന്റെ മക്കൾക്ക് വേണ്ടി രാജ്യത്തിന്റെ പവർ വെളിപ്പെടും. യേശുവിനെയും ശിഷ്യന്മാരെ ഒരു കല്യാണത്തിന് വിളിച്ചിരുന്നു. അവിടെ സ്തോത്രം കുറവുണ്ടായി, വീഞ്ഞു തീർന്നുപോയി. സ്തോത്രം യേശു പറഞ്ഞു, പാത്രത്തിൽ വെള്ളം നിറപ്പാൻ, കൽപാത്രത്തിൽ വെള്ളം നിറപ്പാൻ പറഞ്ഞു. കോരി വിരുന്നുവാഴി കൊണ്ടു കൊടുത്തു. അല്ലെങ്കിൽ കളറ് മാറിയില്ല, ടേസ്റ്റ് മാറി. എന്താ? അവിടെ രാജ്യത്തിന്റെ പവർ വെളിപ്പെട്ടു. രാജ്യത്തിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ അവിടെ കുറവുകളില്ല, നിറവായി മാറി. രാജ്യത്തിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ സ്തോത്രം ഹല്ലേലൂയ ഇല്ലായ്മകളെല്ലാം മാറും. രാജ്യത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ നിന്ദകൾ മാറും.
ദൈവരാജ്യത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ ആമേ സ്തോത്രം പ്രശ്നങ്ങൾ മാറും. ഇന്ന് രാത്രിയും ആമേ തലമുട വെച്ച വിഷയങ്ങളുണ്ടെങ്കിൽ ഇന്ന് രാത്രിയും വിഷയങ്ങൾക്ക് മറുപടി തരുന്ന ഒരു രാജാവുണ്ട്. ആ രാജാവിന്റെ പവർ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ആമേ സ്തോത്രം ഈ രാത്രി വെളിപ്പെടുകയാ. യേശുവിന്റെ നാമത്തിൽ രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികളും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഈ രാജ്യത്തിന്റെ സുവിശേഷം ഏത് രാജ്യത്തിന്റെ? ദൈവരാജ്യത്തിന്റെ സുവിശേഷം. ബൈബിൾ പറയുന്നു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവേൻ. മാനസാന്തരം ഇന്ന് രാത്രി നമുക്ക് വേണം. മാനസാന്തരം, മനസ്സിനകത്ത് രൂപാന്തരം ഉണ്ടാകുക. ദൈവരാജ്യത്തിന്റെ പവർ ആമേ സ്തോത്രം മനുഷ്യനെ ആമേ സ്തോത്രം രൂപാന്തരം തരുന്നതാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ, ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് നിലവിളിക്കാൻ. കർത്താവേ, ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ല, വെള്ളത്താലും ആത്മാവിനാൽ ജനിക്കാത്തതൊന്നും ദൈവരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് യോഹന്നാൻ 3:3 സുവിശേഷത്തിൽ പഠിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി നമുക്ക് വേണ്ട വചനത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് മുന്നേറും. ആമേ സ്തോത്രം. ദൈവിക രാജ്യത്തിന്റെ ശക്തി പവർ ഇന്ന് നമുക്ക് വേണം. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? വിശ്വസിക്കാൻ കഴിയുന്നവർ രണ്ട് കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്ത്. പഴയ നിയമത്തിലും ദൈവത്തിന്റെ ആമേ സ്തോത്രം രാജ്യത്തിന്റെ പവർ വെളിപ്പെട്ടു. ആമേ സ്തോത്രം. ദാവീദ് ആമേ ശൗൽ പ്രവാചകനെ കാണുവാനായി പ്രവാചകന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അത് ശൗൽ അറിഞ്ഞു. ശൗൽ ആമേ സ്തോത്രം ദാവീദിനെ കൊല്ലുവാനായി പ്രവാചകന്റെ വീട്ടിലേക്ക് ആമേ സ്തോത്രം വരുമ്പോൾ ആമേ സ്തോത്രം ഹല്ലേലൂയ, ആ ശൗലിന്റെ മേൽ അഭിഷേകം വെളിപ്പെട്ടു. ശൗൽ പ്രവചിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ആമേ സ്തോത്രം ഹല്ലേലൂയ, ആമേ ദൈവരാജ്യത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ ആമേ നിനക്ക് ശത്രുവായിരുന്നവരെ മിത്രമാക്കി മാറ്റും ദൈവരാജ്യത്തിന്റെ ശക്തി. ആമേ സ്തോത്രം. നിന്നെ കൊല്ലാൻ വരുന്നവർ പോലും ആമേ സ്തോത്രം ഈ ശക്തി പവർ അവരുടെ മേൽ വെളിപ്പെടുമ്പോൾ അവർ മാനസാന്തരത്തിലേക്ക് നയിക്കും. ഏത് മന്ത്രവാദികളും യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങൾ ദൈവരാജ്യത്തിന്റെ ശക്തി അവർ രുചിച്ചറിയാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുക. ആമേ സ്തോത്രം. ദാവീദിനെ കൊല്ലാൻ വന്ന ശൗൽ അഭിഷേകം പ്രാപിച്ചു. അതേ ശൗൽ, ആമേ ശൗൽ പ്രവാചകന്റെ അഭിഷേകം അതേ ശൗലിലേക്ക് വെളിപ്പെട്ടു. ആമേ സ്തോത്രം. അവിടെ ദൈവരാജ്യത്തിന്റെ പവർ അധികാരം വെളിപ്പെട്ടു. ഇന്ന് രാത്രിയും ആമേ സ്തോത്രം ദൈവരാജ്യത്തിന്റെ പവർ വെളിപ്പെട്ട ഒരു ശത്രുവിനെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ആമേ സ്തോത്രം. ദാവീദിനെ കൊല്ലുവാനായി ആമേ സ്തോത്രം ശൗൽ 2 തവണ കുന്തം ഊരി എറിഞ്ഞപ്പോൾ ആമേ ദൈവരാജ്യത്തിന്റെ ശക്തിയാൽ ദാവീദിനെ ദൈവം ഒഴിവാക്കി കൊണ്ടുപോയി. ഇന്ന് രാത്രി ഹല്ലേലൂയ ഹല്ലേലൂയ എരികോ പട്ടണം പിടിക്കാനായി ആമേ ദൈവ സാന്നിധ്യവും ദൈവശക്തിയും ദൈവിക രാജ്യത്തിന്റെ പവറുമായി യോശുവയും ഇസ്രായേൽ മക്കളുമായി ചെന്ന് എരികോ കോട്ട പിടിച്ചെടുത്തു. ഇന്ന് രാത്രി സാത്താന്യ കോട്ടകളെ തകർക്കുന്ന ഒരു ദൈവരാജ്യത്തിന്റെ അഭിഷേകം, ഏത് മലകളെയും തകർക്കുന്ന ആമേ സ്തോത്രം ഏത് കുന്നുകളെയും തകർക്കുന്ന ദൈവരാജ്യത്തിന്റെ അഭിഷേകം ഇന്ന് രാത്രി എത്ര പേർക്ക് വേണം? നമുക്ക് ഇന്ന് രാത്രി ദൈവത്തോട് പറയാം, കർത്താവേ, അങ്ങയുടെ രാജ്യത്തിന്റെ ശക്തി ഞങ്ങളിൽ ഒന്ന് വെളിപ്പെടണമേ. ബാലന്മാർ ബിംബത്തെ സേവിക്കാത്തത് കൊണ്ട് ആമേ സ്തോത്രം ആമേ കെട്ടി മുറുങ്ങി കെട്ടി ആമേ ഏറിയ തീച്ചുളയിലേക്ക് കൊണ്ടിട്ടു. അവിടെ 4ാമനായി ഒരുവൻ ഇറങ്ങി. ആമേ ദൈവരാജ്യത്തിന്റെ ശക്തി തീയിലേക്ക് വെളിപ്പെട്ടപ്പോൾ തീയുടെ ശക്തി കെട്ടുപോയി. ആമേ വചനം പറയുന്നു, അവരെ 7 മടങ്ങ് തീ കൊണ്ടിട്ട ആൾക്കാർ തീക്കിരയായെങ്കിൽ അവരതിനകത്ത് പുറത്തു വന്നു. ദൈവരാജ്യത്തിന്റെ അകത്താണോ ഒരു തീക്കും നിന്നെ തകർക്കാൻ കഴിയില്ല. ദൈവരാജ്യത്തിന്റെ അകത്താണോ ഒരു കെട്ടിനും നിന്നെ തകർക്കാൻ കഴിയില്ല. ദൈവരാജ്യത്തിന്റെ അകത്താണോ നിന്നെ തകർക്കുവാൻ ഒരു ശക്തികൾക്കും കഴിയത്തില്ലെന്ന് ഇന്ന് രാത്രി വ്യക്തമായി ദൂത് പറയുന്നു. ആമേ സ്തോത്രം. അവർ കെട്ടടിഞ്ഞ് അതിനകത്ത് ആമേ സ്തോത്രം നടന്നു എന്ന് ആമേ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നെങ്കിൽ അവർ രാജ്യത്തിന്റെ അകത്താണ്. തീയിലല്ല വീണത്, ദൈവരാജ്യത്തിന്റെ അകത്താ. ഇന്ന് രാത്രിയും കാരാഗ്രഹത്തിലാണെങ്കിലും നീ പ്രശ്നത്തിലാണെങ്കിലും നീ പ്രതിസന്ധിയിലാണെങ്കിലും നീ ദൈവരാജ്യത്തിന്റെ അകത്താണെങ്കിൽ ദൈവരാജ്യത്തിന്റെ ശക്തി ഇന്ന് രാത്രിയും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ ശക്തി അസാധാരണമായി ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെടും. ഏലിയാവ് യാഗപീഠത്തിൽ ആമേ വിറകിറക്കി വെള്ളമൊഴിച്ചു. ആമേ സ്തോത്രം ഹോമയാഗത്തിൽ വിറകടുക്കി. ആമേ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് ആമേ യാഗപീഠത്തിൽ വെളിപ്പെട്ടപ്പോൾ തോട് പോലും വറ്റിപ്പോയെന്ന് തിരുവചനം പറയുന്നു. ദൈവരാജ്യത്തിന്റെ ശക്തി ആമേ വെള്ളത്തെ പോലും തോടിനെ പോലും വറ്റിക്കുന്നതെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? അത്രമാത്രം ശക്തിയുണ്ട് ദൈവരാജ്യത്തിന്റെ പവർ.
ഇന്ന് രാത്രിയും ക്രിസ്ത്യാനിയെ നീ ദൈവരാജ്യത്തിന്റെ ശക്തി മനസ്സിലാക്കിയില്ലെങ്കിൽ ആമേ സ്തോത്രം ഹല്ലേലൂയ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് നീ കാണാതെ പഠിച്ചിട്ടും കാര്യമില്ല. ആമേ സ്തോത്രം ഇന്ന് രാത്രിയും ദൈവരാജ്യത്തിന്റെ ശക്തി ആമേ സ്തോത്രം നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അതേ വാക്കുകളിൽ ഒതുക്കിക്കളയാതെ അതേ ശക്തി വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി ദൈവരാജ്യത്തിന്റെ ശക്തി വെളിപ്പെടും. ശിംശോന്റെ മേൽ ആമേ സ്തോത്രം കയറുകൊണ്ട് കെട്ടിപ്പൂട്ടി വച്ചിരുന്നു. ആമേ സ്തോത്രം അതിന്റെ മേൽ ദൈവിക തീ ഇറങ്ങിയപ്പോൾ രാജാവിന്റെ ശക്തി ഇറങ്ങിയപ്പോൾ ദൈവരാജ്യത്തിന്റെ പവർ ഇറങ്ങിയപ്പോൾ കെട്ടുകൾ പൊട്ടിപ്പോയെങ്കിൽ ഒരു ഇരുളിന്റെ ശക്തികൾക്കും നിന്നെ കെട്ടിവെക്കാൻ കഴിയുകയില്ല. ഒരു മന്ത്രവാദികൾക്കും കെട്ടിവെക്കാൻ കഴിയുകയില്ല. ഒരു നാലാം വേദക്കാരനും കെട്ടിവെക്കാൻ കഴിയുകയില്ല. ഒരു പുണ്യാള പ്രവർത്തനം കെട്ടിവെക്കാൻ കഴിയുകയില്ല. കാരണം രാജ്യത്തിന്റെ ശക്തി നിനക്ക് വേണ്ടി വെളിപ്പെടുമ്പോൾ നിന്റെ തലമുറകൾക്ക് വെളിപ്പെടുമ്പോൾ നീ കെട്ടന്റെ അകത്തുനിന്ന് പുറത്തു വരുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധമാവും നിനക്ക് വേണ്ടി ദൂത് കൈമാറുന്നു. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിച്ചോ. സകല കെട്ടുകളെയും സ്വർഗീയ തീ ഇറങ്ങി ആമേ ദൈവരാജ്യത്തിന്റെ ശക്തി ഇറങ്ങി ആമേ സ്തോത്രം ഇരുളിന്റെ ശക്തികളെ തകർക്കുന്ന സാത്താന്യ മണ്ഡലങ്ങളെ തകർക്കുന്ന ഇരുളിന്റെ ശക്തികളെ തകർക്കുന്ന ദൈവരാജ്യത്തിന്റെ ശക്തി നിനക്ക് വേണ്ടി ഇന്ന് രാത്രി അസാധാരണമായി നീ ആയിരിക്കുന്ന മേഖലയിൽ, നീ ആയിരിക്കുന്ന പ്രവർത്തന മേഖലയിൽ, നീ ആയിരിക്കുന്ന ബിസിനസ്സിൽ, നീ ആയിരിക്കുന്ന കുടുംബത്തിൽ, നീ ആയിരിക്കുന്ന കുടുംബജീവിതത്തിൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ശക്തിയെ എന്റെ കർത്താവ് വെളിപ്പെടുത്തുകയാ. രാജ്യത്തിന്റെ പവർ നിനക്ക് വേണ്ടി വെളിപ്പെടും. രാജ്യത്തിന്റെ പവർ നിനക്ക് വേണ്ടി വെളിപ്പെടും. ഉടകമന ദൈവരാജ്യത്തിന്റെ ശക്തി വെളിപ്പെടാൻ തുടങ്ങിയ ആമേ സ്തോത്രം സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ആമേ സ്തോത്രം യേശുവിനെ ആമേ ഉയർത്തിയപ്പോൾ ആമേ സ്തോത്രം ആമേ പൗലോസായ ശൗൽ ആമേ പൗലോസ് ആകുന്നതിന് മുമ്പ് ശൗൽ നേതൃത്വം കൊടുത്തു. സ്തെഫാനോസിനെ കല്ലെറിയാൻ ആമേ സ്തോത്രം ഓർഡർ കൊടുത്തു. ആമേ സ്തോത്രം ദൈവരാജ്യത്തിന്റെ അകത്തായിരുന്ന സ്തെഫാനോസിന് ഓരോ കല്ലേറ് വരുമ്പോഴും ആമേ സ്തോത്രം ഹല്ലേലൂയ സ്തെഫാനോസ് മുട്ടുമടക്കി ആമേ തുറന്നിരിക്കുന്ന സ്വർഗം സ്തെഫാനോസ് കണ്ടു. ഇന്ന് രാത്രിയും ആമേ സുവിശേഷ വിരോധികൾ കൊല്ലുമെന്ന് പറഞ്ഞാലും എറിഞ്ഞാലും ആമേ തലവെട്ടിയാലും നീ ദൈവരാജ്യത്തിന്റെ അകത്താണെങ്കിൽ നിന്റെ ശരീരത്ത് നിനക്ക് നോവില്ല. കാരണം ദൈവരാജ്യത്തിന്റെ അകത്താണ്. ഈ ലോകത്തിലെ താൽക്കാലികമല്ല. ഈ ആമേ സ്തോത്രം ഞാനും നിങ്ങളും നമുക്ക് ആമേ സ്തോത്രം നിത്യത 1000 വർഷം കർത്താവിനോട് കൂടെ വാഴാൻ നമ്മെ വാഴാൻ ദൈവം വിളിച്ചിരിക്കുന്നു. കർത്താവിനോട് കൂടെ ഇരിപ്പാൻ ആമേ സ്തോത്രം വിളിച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഒരു കല്ലിനും ആമേ സ്തോത്രം നിന്നിൽ പകർന്നിരിക്കുന്ന ദൈവരാജ്യത്തെ തകർത്ത് കളയാൻ കഴിയുകയില്ല. ആമേ ഒരു ശൗലിന്റെ ശക്തികൾക്കും നിന്നിൽ പകർന്നിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ ശക്തിയെ തകർക്കാൻ കഴിയുകയില്ല. മുട്ടുമടക്കുന്നവർ കാണുന്നത് തുറന്നിരിക്കുന്ന സ്വർഗമെങ്കിൽ ഈ രാത്രികൾ ദൂത് കൈമാറാം. ദൈവരാജ്യത്തിന് വേണ്ടി ആമേ സ്തോത്രം ഇറങ്ങുന്ന തന്റെ മക്കൾക്ക് വേണ്ടി ആമേ സ്തോത്രം രാജ്യത്തിന്റെ വാതിൽ ആമേ സ്തോത്രം ഹല്ലേലൂയ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി തുറക്കാൻ ശക്തനായ കർത്താവ് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക. വിസ എടുത്തു വച്ചിട്ട് പോകാൻ കഴിയാതെ ആയിരിക്കുന്ന നിന്നോട് ഇന്ന് രാത്രി കർത്താവ് കൈമാറുന്നു. നിനക്ക് വേണ്ടി ചില വാതിലുകൾ തുറക്കാൻ വേണ്ടിയാ, നിനക്ക് വേണ്ടി ചില രാജ്യങ്ങളുടെ വാതിൽ തുറക്കാൻ വേണ്ടിയാ, നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ചില കമ്പനികളുടെ വാതിൽ തുറക്കാൻ പോവുക. ഇന്ന് രാത്രി ഏലിയാവിനെ കാക്കയെ കൊടുത്ത് അവയെ പോഷിപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി നീ കാക്കയെ നോക്കിയിരിക്കണ്ട. നിനക്ക് വേണ്ടി ചില കമ്പനികൾ ഓപ്പൺ ആകാൻ പോകുന്നു. നിനക്ക് വേണ്ടി ചില വ്യക്തികളെ ഒരുക്കാൻ പോകുന്നു. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ദൈവരാജ്യത്തിന്റെ പവർ, ദൈവരാജ്യത്തിന്റെ അധികാരം, ദൈവരാജ്യത്തിന്റെ ശക്തി നിനക്ക് വേണ്ടിയും നിന്റെ തലമുറകൾക്ക് വേണ്ടിയും ഇന്ന് രാത്രി വെളിപ്പെടുന്ന രാത്രിയാ. സ്തെഫാനോസ് മുട്ടുമടക്കി അവയെ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ തുറന്നിരിക്കുന്ന സ്വർഗം കണ്ടു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തി, ദൈവരാജ്യത്തിന്റെ പവർ നിന്റെ മേൽ വെളിപ്പെടുകയാണ്. മുട്ടുമടക്കാമോ? ദൈവത്തോട് പറയാമോ, കർത്താവേ ആ രാജ്യത്തിലേക്ക് ഒന്നൊന്ന് കയറ്റണമേ. ഞാൻ ആ രാജ്യത്തിലാണെന്നുള്ളൊരു ഉറപ്പുണ്ടോ? ദൈവരാജ്യം കാണാൻ കഴിയില്ല, പക്ഷെ ശക്തിയിൽ കൂടി മനസ്സിലാക്കാം. ഈ കൊറോണ വൈറസിനെ ആരും കണ്ടിട്ടില്ല. അത് രോഗം വരുമ്പോൾ മനസ്സിലാക്കുന്നത് പോലെ ദൈവരാജ്യത്തിന്റെ ശക്തി ആർക്കും കാണാൻ കഴിയില്ല. അത് ഈ ദിവസങ്ങളിൽ ആമേ ശരീരങ്ങളിൽ, ആത്മമണ്ഡലങ്ങളിൽ, ഭൗതിക മണ്ഡലങ്ങളിൽ വെളിപ്പെടുമ്പോൾ അത് മനസ്സിലാകാനിട വരും. ദൈവരാജ്യത്തിന്റെ ശക്തി നിന്നിൽ വെളിപ്പെടുമ്പോൾ ഭൂതങ്ങൾ അലറിയോടാൻ തുടങ്ങും. ദൈവരാജ്യത്തിന്റെ ശക്തി നിന്നിൽ വെളിപ്പെടുമ്പോൾ രോഗികൾ കൂട്ടത്തോടെ സൗഖ്യമാകാൻ തുടങ്ങും. ദൈവരാജ്യത്തിന്റെ ശക്തി നിന്നിൽ വെളിപ്പെടുമ്പോൾ കൂട്ടത്തോടെ മാനസാന്തരങ്ങൾ നടക്കും. ദൈവരാജ്യത്തിന്റെ ശക്തി നിന്നിൽ വെളിപ്പെടുമ്പോൾ കൂട്ടത്തോടെ ഉണർവുകൾ
നടക്ക. ഇന്ന് രാത്രി നമുക്ക് കണ്ണുകളെ അടയ്ക്കാമോ? ആമേ 1 കൊരിന്ത്യർ 4:20 ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലത്രേ. ഇന്ന് രാത്രി ദൈവരാജ്യം വചനത്തിലൊക്കെ ശക്തിയായി മാറുന്ന രാത്രിയാ. ഉടാമന ഹന്തലപ്രോട് എല്ലാ കണ്ണുകളും അടച്ച് യേശുവിന്റെ നാമത്തിൽ ഈ തലമുറ ദൈവരാജ്യത്തിന്റെ അകത്തേക്ക് നിൽക്കട്ടപ്പ. അവർ ദൈവരാജ്യത്തിലാണ് നടക്കുന്നത്. അവരുടെ വേദനകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഈ ദിവസങ്ങൾ കർത്താവേ ദൈവരാജ്യത്തിന്റെ അകത്ത് തീർന്നും നോക്കാൻ സമയമില്ലാത്തതുപോലെ ആയി മാറട്ടെ. എങ്കിലും ഇന്ന് രാത്രി തിരുവചനം പഠിച്ചാൽ അറിയാം, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, പ്രയാസമുണ്ട്, പ്രതിസന്ധി ഉണ്ട്. എങ്കിലും നിങ്ങൾ ദൈവരാജ്യത്തിന്റെ അകത്താണെങ്കിൽ അതൊക്കെ ധരണം ചെയ്യാൻ ദൈവം നമ്മെ സഹായിക്കും. ആ രാജ്യത്തിന്റെ പവർ നമ്മെ സഹായിക്കും. ആ രാജ്യത്തിന്റെ ഉടയവനായ രാജാവ് നമ്മെ സഹായിക്കും. രാജാവ് നമ്മുടെ ഉള്ളിലുണ്ട്. രാജാതി രാജാവായ കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ട്. ജനിച്ചപ്പോൾ രാജാവായിരുന്നു, വളർന്നപ്പോഴും രാജാവ്, ക്രൂശിക്കപ്പെട്ടപ്പോഴും രാജാവ്, മരിച്ചിട്ട് ഉയർത്തിട്ടും രാജാവ്, വീണ്ടും വരാൻ പോകുന്നത് അതേ രാജാവ്. അത് നസ്രയൻ യേശു അത്രേ. രാജാതി രാജാവായ കർത്താവായ യേശു നിന്റെ ഉള്ളിലുണ്ട്. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഇന്ന് രാത്രി ദൈവരാജ്യത്തിന്റെ ശക്തി പവർ വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചേ. ഈ ബോധം നിന്റെ ഉള്ളിലില്ല എങ്കിൽ, ദൈവരാജ്യത്തിന്റെ പവർ എന്റെ കൂടെ ഇല്ല എന്ന് ചിന്തയില്ലെങ്കിൽ, ആ വിശ്വാസമില്ലെങ്കിൽ, രാജ്യത്തിന്റെ ശക്തി നിനക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ല. ഈ രാജ്യത്തിന് ഇന്ത്യയുടെ നിയമങ്ങളുണ്ടെങ്കിൽ ദൈവരാജ്യത്തിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട്. ദൈവരാജ്യത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഓരോ രാജ്യത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ടെങ്കിൽ ദൈവരാജ്യത്തിന് അതിൻ്റെതായ സ്തോത്രം പ്രവൃത്തിയുമുണ്ട്, ശക്തിയുമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സദാധിപൻ തന്റെ ദാസൻ ദീനം പിടിച്ചു കിടക്കുമ്പോൾ സ്തോത്രം രാജാതി രാജാവായ കർത്താവായ യേശുവിന്റെ അടുത്തേക്ക് സ്തോത്രം ഹല്ലേലൂയ വന്നു പറഞ്ഞ, കർത്താവേ നിന്റെ ഒറ്റ വാക്കുമതി, ഞാൻ 100 ജോലിക്കാൾ ഉയർന്ന പട്ടാളക്കാരനാണ്, പക്ഷേ നിന്റെ ഒറ്റ വാക്കുമതി എന്റെ തളർന്നു കിടക്കുന്ന ദാസന് സൗഖ്യം വരാൻ. പക്ഷേ നീ എന്റെ പുരക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. അവിടെ താഴ്മയെ കാണിക്കുന്നു. പക്ഷേ നിന്റെ രാജ്യത്തിന്റെ പവർ എന്റെ ദാസന്റെ മേൽ വെളിപ്പെട്ടാൽ ആ ദാസൻ ഇനി ഒരിക്കലും കിടക്കുകയില്ല. എനിക്കറിയാം നിന്റെ വാക്കുകൾക്ക് അത്രമാത്രം ശക്തിയുണ്ട്. നിന്റെ രാജ്യത്തിന്റെ പവർ നിന്റെ വാക്കിലുണ്ട്. നിന്റെ രാജ്യത്തിന്റെ പവർ ബൈബിൾ വചനങ്ങളിലുണ്ട്. നിന്റെ രാജ്യത്തിന്റെ പവർ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലുണ്ട്. സദാധിപനായ സ്തോത്ര മനുഷ്യൻ പറഞ്ഞു, ഞാനും അധികാരത്തിന്റെ കീഴിലുള്ളവൻ. എന്റെ അധികാരം ഈ ഭൂമിയിലുള്ളതാണ്. സ്തോത്രം നിന്റെ അധികാരം ഈ ഭൂമിയിലുള്ളതല്ല. സ്തോത്രം മരിച്ചിട്ട് കഴിഞ്ഞാലും ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും അപ്പോഴും അധികാരമുണ്ട്. ജീവനോടെ ഇരിക്കുമ്പോഴും അധികാരമുണ്ട്. ആത്മാവിന്റെ മേൽ, ശരീരത്തിന്റെ മേൽ അധികാരമുള്ള അത് നീയാണപ്പാ. യേശുവേ ഒറ്റ വാക്കുമതി, ഒറ്റ വാക്കുമതി, ഒറ്റ വാക്കുമതി. അവന്റെ ശക്തിയെ വെളിപ്പെട്ടാൽ മതി. ഇന്ന് രാത്രി യേശുവിന്റെ ശക്തി നിനക്ക് വേണ്ടി, നീ ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക് വേണ്ടി, നിന്റെ തലമുറകൾക്ക് വേണ്ടി ഇന്ന് രാത്രി വെളിപ്പെടുന്ന രാത്രിയാ. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റെടുത്തോ. നിന്റെ ചരിത്രങ്ങളെ ദൈവം മാറ്റാൻ പോകുക. ബൈബിൾ പറയുന്നു, ആദ്യം അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി സകലതും വെളിപ്പെടാൻ പോകുക. രാജ്യത്തിന്റെ അകത്ത് കയറാതെ രാജ്യത്തിന്റെ നീതി നിനക്ക് വേണ്ടി വെളിപ്പെടുകയില്ല. രാജ്യത്തിന്റെ അകത്ത് നിൽക്കുന്ന നിനക്ക് വേണ്ടി നീതി വെളിപ്പെടും. യേശു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതും ഇങ്ങനെയാണ്, സ്വർഗരാജ്യം വരണമേ. സ്വർഗരാജ്യം ഞങ്ങളുടെ ഇടയിലുണ്ട്. യേശു പറഞ്ഞു, സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. ഇന്ന് രാത്രി ആ സ്വർഗരാജ്യത്തെ ഒന്ന് കണ്ടേ. ഓ ദൈവരാജ്യം, ആമേ. ഓ ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലത്രേ. ഹോളി സ്പിരിറ്റ് അസാധാരണമായ ശക്തി വെളിപ്പെടുന്ന രാത്രി ചില രോഗികൾ സൗഖ്യമാകും. In the name of Jesus, the Holy Spirit, സാത്താൻ കെട്ടിവെച്ച രോഗശക്തികൾ ഇന്ന് രാത്രി സൗഖ്യമാകുന്നു. ഏത് മാറ രോഗങ്ങൾ ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുന്നു. ഇന്ന് രാത്രി കൊറോണ വൈറസ് വന്ന് ചില ശാരീരികമായി ഭാരപ്പെടുന്നവർ ഇന്ന് രാത്രി തിരുവചനം കേൾക്കുന്നു. ഇന്ന് രാത്രി അസാധാരണമായ വിടുതൽ നിന്റെ മേൽ വെളിപ്പെടുന്നു. ഇന്ന് രാത്രി ഹല്ലേലൂയ ഒരു
വൈറസ് നിന്റെ രാജ്യത്തിന്റെ അകത്താണ്, നിന്നെ തൊടുകയില്ല. നീ രാജ്യത്തിന്റെ അകത്താണ്. രാജ്യത്തിന്റെ സ്തോത്രം പ്രൊട്ടക്ഷൻ നിനക്കുണ്ടാകും. രാജ്യത്തിന്റെ കാവൽ നിനക്കുണ്ടാകും. രാജ്യത്തിന്റെ കരുതൽ നിനക്കുണ്ടാകും. രാജ്യത്തിന്റെ അധികാരം നിനക്കുണ്ടാകും. സ്തോത്രം. നിന്റെ അധികാരി രാജാതി രാജാവായ കർത്താവാണ്. ഈ ലോകത്തിലെ ഇരുളിന്റെ രാജ്യമല്ല. നീയും ഞാനും വിശ്വസിക്കുന്ന രാജ്യം അത് ദൈവരാജ്യമാണ്. യേശുവേ, ഇന്ന് രാത്രി തിരുവചനം കേൾക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും അസാധാരണമായ രാജ്യത്തിന്റെ ശക്തി, ദൈവരാജ്യത്തിന്റെ വാക്കുകളല്ല, ശക്തി അത്രേ യേശുവിൻ നാമത്തിൽ അത് വെളിപ്പെടുന്ന രാത്രിയാകട്ടെ. ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തിയും സന്തോഷവും എന്ന് തിരുവചനം പഠിപ്പിക്കുമ്പോൾ ഓരോ കുടുംബങ്ങൾ ദൈവരാജ്യത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. അത്ഭുത മന്ത്രിയായി വീരനാം ദൈവമായ നിത്യപിതാവായ സമാധാന പ്രഭുവായ യേശുവിന്റെ രാജ്യത്തിന്റെ ശക്തി എല്ലാ കുടുംബങ്ങളുടെ മേലും അത് വെളിപ്പെടുന്ന രാത്രിയാകട്ടെ. ഇന്ന് രാത്രി എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ.